ചില ആളുകൾ ചോദിക്കും വിജയിക്കാൻ കുറുക്കു വഴി വല്ലതും ഉണ്ടോ, വല്ല ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കയറി പോകാമായിരുന്നു. ഒന്നുമില്ല. അവിടെ കഠിന പ്രയത്നം, ഹാർഡ് വർക്ക്, അതല്ലെങ്കിൽ സ്ഥിരോത്സാഹം, ഇത് രണ്ട് മാത്രമേ ഇതിന് കുറുക്കു വഴിയായിട്ടുള്ളൂ. എന്തെങ്കിലും കുറുക്കു വഴികളിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും വിജയം കരസ്ഥമാക്കാമെന്ന് കരുതിയാൽ അതൊന്നും ശാശ്വതമായിരിക്കില്ല. തൽക്കാലം നിൽക്കുമെന്നല്ലാതെ മറ്റു കാര്യമില്ല. ഞാനൊരു കൗശലക്കാരൻ്റെ കള്ളത്തരം പറയാനുണ്ട്. ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ മീൻ വിൽപ്പനക്കാരനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും മീനുമായി ഇയാൾ കവലയിലോട്ട് വരും. 100ഓളം ആളുകളാണ് ഓരോ ദിവസവും മീൻ വാങ്ങാൻ വരുന്നത്. എന്നാൽ ഒരുപാട് ആളുകൾ വരുന്നത് കണ്ട് മീൻകാരന് ഒരു ചെറിയ ബുദ്ധി തോന്നി. എല്ലാ ദിവസവും ഇവരൊക്കെ മീൻ വാങ്ങുമല്ലോ, അപ്പോൾ നല്ല മീനിൻ്റെ കൂടെ കുറച്ച് ചീഞ്ഞ മീൻ കൂടി ചേർത്ത് വിറ്റാൽ വലിയ പ്രശ്നമൊന്നും കാണില്ല എന്ന് ഇയാൾ കരുതി. അങ്ങനെ ഒരു ദിവസം ഇയാളൊരു കൊട്ട നിറയെ ചെമ്മീനുമായി വന്നു. കൊട്ടയുടെ മുകളിൽ വലിപ്പമുള്ള നല്ല ചെമ്മീനും അതിൻ്റെ അടിയിൽ ചീഞ്ഞ മീനും. ആരും അന്നത് ശ്രദ്ധിച്ചില്ല. പിടിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ അയാൾ കുറേ ദിവസങ്ങൾ ഇത് തുടർന്നു. ഒരു ദിവസം ഒരു വൃദ്ധ മീൻ വാങ്ങാൻ വന്നു. മീൻകൊട്ടയ്ക്ക് അരികിലിരുന്ന സ്ത്രീക്ക് കയ്യിൽ കിട്ടിയത് ഒരു ചീഞ്ഞ മീൻ. അതെടുത്തുയർത്തി ആ സ്ത്രീ ചോദിച്ചു, ഇതിന് ഞാൻ നിനക്ക് എത്ര രൂപ തരണം? അത് ചീഞ്ഞ മീനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് അയാൾ ബബ്ബായി തടി തപ്പാൻ നോക്കി. പിന്നെന്തിനാ? സ്ത്രീ ചോദിച്ചു. അത് എനിക്ക് കഴിക്കാനുള്ളതാ, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ. ഓ, അപ്പം നീ ചീഞ്ഞ മീനാന്നോ കഴിക്കുന്നേ? വൃദ്ധ അങ്ങനെ ചോദിച്ചു. മറുപടിയൊന്നുമില്ലാതെ അയാൾക്ക് ആൾക്കൂട്ടത്തിന് മുന്നിൽ തനകുലിക്കേണ്ടി വന്നു. കുറുക്കു വഴിയിൽ ആളുകളെ പറ്റിച്ച് ജീവിതത്തിൽ ജയിച്ചു കളയാം എന്ന് കരുതിയ ഇതാകും നമ്മുടെ തലയിലെഴുത്ത്. ജീവിതത്തിൽ എളുപ്പ വഴികളില്ല. കഠിനാധ്വാനം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അവസരം വരും. എല്ലാവർക്കും ഈ മണ്ണിൽ ഒരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ആ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി